ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഭയങ്കര വെയില, ലൈറ്റിങ് കുറച്ച് കൂടിപ്പോയോ എന്നൊരു സംശയം. നാച്ചുറൽ ലൈറ്റിങ് വരവ. സോ എൻ്റെ യൂട്യൂബ് ചാനലിലെ ഫസ്റ്റ് വീഡിയോ ആണിത്. എനിക്കറിയില്ല ഇതിന് ഫ്യൂച്ചറിൽ എന്താവുന്നു, ബട്ട് ഐ വിൽ ട്രൈ ടു കീപ്പ് അപ്പ് ആൻഡ് യാ. സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഇവിടെ UK നോട്ടിംഗം ട്രെൻറ്റ് യൂണിവേഴ്സിറ്റിയിൽ മാസ്റ്റേഴ്സ് ചെയ്യാണ്. സോ എന്തുകൊണ്ട് ഞാൻ UK സെലക്ട് ചെയ്തു, വൈ നോട്ട് അതർ കൺട്രീസ് ആൻഡ് വൈ UK? അത് എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ച ക്വസ്റ്റ്യനാണ്. എന്താ കാനഡ സെലക്ട് ചെയ്യാണ്ടിരുന്നത്, എന്താ അയർലൻഡിലേക്ക് പോകാണ്ടിരുന്നത്, ഇപ്പോൾ എല്ലാവരും അങ്ങോട്ടാണല്ലോ പോകണേന്നൊക്കെ. സോ ഐ വിൽ ടെൽ വൈ ഐ സെലക്റ്റഡ് UK ആൻഡ് ഹൗ ലൈഫ് ഇസ് ഹിയർ. സോ വെൽക്കം. സോ എനിക്ക് എൻ്റെ മനസ്സിൽ UK ഒരിക്കലും ഉണ്ടായിരുന്ന ഒരു കൺട്രി അല്ല, ടു ബി ഫ്രാങ്ക്. എൻ്റെ ഫ്രണ്ട്സൊക്കെ കാനഡയിലൊക്കെ ആയത് കാരണം എനിക്ക് കാനഡ ഓപ്റ്റ് ചെയ്യാനുള്ള ഒരു ഇത് ത്വര ഭയങ്കര കൂടുതലായിരുന്നു. അങ്ങനെ ഞാൻ കാനഡ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ച് യൂണിവേഴ്സിറ്റീസൊക്കെ ഏകദേശം സെറ്റാക്കിയപ്പോഴാണ് ഞാൻ ആ സത്യം അറിഞ്ഞത്. കാനഡയിൽ നമുക്ക് നാട്ടിലെ ബാച്ചിലേഴ്സ് വെച്ച് പോസിബിൾ കോഴ്സസ് ഡിപ്ലോമ മാസ്റ്റേഴ്സ് കിട്ടണമെങ്കിൽ നാട്ടിൽ നമുക്ക് 4 years ബാച്ചിലേഴ്സ് വേണം എന്നുള്ളത്. സോ എൻ്റേത് 3 years ബാച്ചിലേഴ്സ് ആയതുകൊണ്ടും എനിക്ക് 4 years ബാച്ചിലേഴ്സ് അല്ലായിരുന്നു എൻ്റെ ബേസിക്കലി. സോ എക്സ്റ്റെൻഡഡ് കോഴ്സ് നാട്ടിലത്തെ ഇപ്പം എല്ലായിടത്തും ഉണ്ട്, ബട്ട് ഞാൻ പഠിക്കുമ്പോൾ ഉണ്ടായില്ല. സോ ഡിപ്ലോമയിൽ എൻ്റെ ഒപ്പം ചെയ്യേണ്ടെന്നുള്ള ഒരു ആഗ്രഹം കാരണമാണ് ഞാൻ കാനഡ വേണ്ടെന്ന് വെച്ചത്. കാരണം ഡിപ്ലോമ ചെയ്ത് കഴിഞ്ഞാൽ ഐ ഡോണ്ട് സീ എ കരിയർ ഡെവലപ്മെൻറ്റ് ഇൻ ദാറ്റ്. സോ ദാറ്റ്സ് വൈ ഐ ഡ്രോപ്ഡ് കാനഡ. മൈ സെക്കൻഡ് ഓപ്ഷൻ വാസ് അയർലൻഡ്. അയർലൻഡിൽ എനിക്ക് കോഴ്സസ് ഉണ്ടായിരുന്നു, യൂണിവേഴ്സിറ്റീസ് ഉണ്ടായിരുന്നു. ബട്ട് ദ തിങ് വാസ്, അടുത്ത ഇൻടേക്കിൽ എനിക്ക് പോകാൻ പറ്റില്ലായിരുന്നു. ആ കോഴ്സസൊക്കെ 2024 സെപ്റ്റംബറിലൊക്കെ ആയിരുന്നു. സോ വിച്ച് മീൻസ് ദാറ്റ് വിൽ ഗിവ് മീ എ ഇയർ ഗ്യാപ്പ്. അത് കാരണം ഞാൻ അയർലൻഡ് വേണ്ടാന്ന് വെച്ചു. യൂണിവേഴ്സിറ്റീസൊക്കെ നല്ലതുണ്ടായിരുന്നു, ഇറ്റ് വാസ് ഓൾ ഗുഡ്. പക്ഷേ ഇൻടേക്ക് ഉണ്ടായില്ല. ആൻഡ് പിന്നെ എൻ്റെ മനസ്സിലേക്ക് വന്ന രാജ്യങ്ങളൊക്കെ ഐ ഡോണ്ട് നോ, എനിക്ക് അവിടെ ഒന്നും അട്രാക്റ്റീവായി എനിക്കൊന്നും ഫീൽ ചെയ്തില്ല. സ്വിറ്റ്സർലൻഡ് ആണെങ്കിൽ അവിടെ ദെയർസ് എ ഹോൾ ഡിഫറെൻറ്റ് പ്രോസസ്. പിന്നെ ബാക്കി യൂറോപ്പിലൊക്കെ ആണെങ്കിൽ ജർമ്മനി ഒന്നും എനിക്ക് വേണ്ടായിരുന്നു, വേറെ ഒന്നും കൊണ്ടല്ല. പ്രോസസ് വിൽ ടേക്ക് എ ലോങ് ടൈം. പിന്നെ ജർമ്മൻ പഠിക്കാൻ പോകണം. ഇംഗ്ലീഷ് നമുക്ക് അറിയുമെങ്കിൽ നമ്മൾ വേറൊരു ലാംഗ്വേജ് പഠിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ബട്ട് വാട്ട് ഐ ഫെൽറ്റ് വാസ്, നമുക്ക് പ്രൊഫഷണലി ലിംഗ്വിസ്റ്റിക്കലിക്ക് ഒരു ഡെവലപ്മെൻറ്റ് വേണമെങ്കിൽ ഇംഗ്ലീഷ് വേണം. സോ അങ്ങനെ ഞാൻ എന്നാൽ പിന്നെ UK എന്താ നടക്കുന്നതെന്ന് നോക്കാം എന്ന് വിചാരിച്ച് ഞാൻ ചുമ്മാ റിസർച്ച് ചെയ്തു. യൂണിവേഴ്സിറ്റീസൊക്കെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ദിസ് ഇസ് ക്വൈറ്റ് ഗുഡ്. ഫീസ് ഉണ്ട്, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് വർത്ത് ഇറ്റ്. കാരണം അവരുടെ മൊഡ്യൂൾസ് ആണെങ്കിലും യൂണിവേഴ്സിറ്റിയിലെ മൊഡ്യൂൾസ് ആർ സോ പ്രിസൈസ്, ലാബ് വർക്ക് ഉണ്ട്. ഇതൊക്കെ നമ്മളെ നമുക്കൊരു എന്താ പറയുക, ഒരു ഹാപ്പിനെസ് കിട്ടും പഠിക്കുമ്പോൾ എന്ന് ഫീൽ ചെയ്തത് കൊണ്ടാണ് ഞാൻ UK സെലക്ട് ചെയ്തത്. സോ UK വന്നിട്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. ഐ ലവ് UK ആക്ച്വലി. എനിക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടു, വേറൊന്നും കൊണ്ടുമല്ല. ദ കൾച്ചർ ഓവർ ഹിയർ ഇസ് സോ ഗുഡ്. ഇവിടുത്തെ ഇംഗ്ലീഷുകാരുടെ കൾച്ചർ നമ്മൾ പഠിക്കാനും മനസ്സിലാക്കാനും അതായിട്ട് നമ്മൾ സിങ്ക് ചെയ്യാൻ നോക്കിയാലും യു വിൽ അണ്ടർസ്റ്റാൻഡ് ദറ്റ് ഇറ്റ്സ് വെരി ഗുഡ്. ഇറ്റ്സ് ഓർഗനൈസ്ഡ്. നമ്മുടെ നാട്ടിൽ പോലെ അൺഓർഗനൈസ്ഡ് അല്ല. നമ്മുടെ നാട്ടിൽ ഇനിയും ഓർഗനൈസ്ഡ് ആവാൻ കുറേ കാര്യങ്ങളുണ്ട്. ബട്ട് ഇവിടെ ഈവൻ ദ ബേസിക് സ്റ്റഫ് ഇസ് ബീൻ ഓർഗനൈസ്ഡ്. ഒരു ബസ്സിൽ നമ്മൾ കയറുവാണെങ്കിൽ പോലും they give the basic respect to the ones who is getting down. കയറുന്ന ആൾക്കും ഇറങ്ങുന്ന ആൾക്കും ആ ഒരു മ്യൂച്വൽ റെസ്പെക്റ്റ് ആണ് ഇവിടെ ഉള്ളത്, വിച്ച് ഇസ് ആക്ച്വലി ഗുഡ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ കുറച്ച് പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉണ്ടാവുമല്ലോ. അത് നമ്മൾ കാര്യമാക്കണ്ട. നമ്മൾ എന്തായാലും ഇവിടെ ഒരു പുതിയ ലൈഫ് ബിൽഡപ്പ് ചെയ്യാൻ വന്നത്. സോ ബേസിക്കലി വാട്ട് യു ഹാവ് ടു ഡു ഇസ് ഗോ വിത്ത് ദ ഫ്ലോ ആൻഡ് നമ്മൾ അഡാപ്റ്റഡ് ആവും ഗ്രാജുവലി എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. സോ ഇവിടെ വന്നു വിത്തിൻ എ മന്ത് എനിക്ക് പാർട്ട് ടൈം ജോബ് കിട്ടി. വിത്തിൻ 1 month or 1.5 months ഐ ഗോട്ട് പാർട്ട് ടൈം ജോബ്. എനിക്ക് 3 ജോബ്സിൽ ഞാൻ ഷോർട്ട് ലിസ്റ്റഡ് ആയി. ദാറ്റ്സ് എ മെയിൻ തിങ് അബൌട്ട് ഇറ്റ്. അപ്പോൾ ഇവിടെ പാർട്ട് ടൈം കിട്ടാൻ ബുദ്ധിമുട്ടാണെന്ന് പുറത്തൊരു ധാരണയുണ്ട്. ബുദ്ധിമുട്ടാണോ എന്ന് ചോദിച്ചാൽ എനിക്കല്ലായിരുന്നു. So personally for me it was not a tough job to find a part-time job because applications എനിക്ക് പറ്റുന്നിടത്തോളം ആപ്ലിക്കേഷൻസ് എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട്. There are days when I've applied for more than 100 positions. സോ നമ്മൾ എത്രത്തോളം കൂടുതൽ അപ്ലൈ ചെയ്യുന്നു അത്രത്തോളം നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. സോ ഇനി UK വരുന്നവരാണെങ്കിലും മനസ്സിൽ വയ്ക്കുക, പാർട്ട് ടൈം ജോബ്സും വേക്കൻസീസും ഒക്കെ ഇവിടെ ഉണ്ട്. ഓൾ ദാറ്റ് യു ഹാവ് ടു ഡു ഇസ് കീപ് ഓൺ അപ്ലൈ. എനിക്ക് നാട്ടിൽ ഇതിൻ്റെ എക്സ്പീരിയൻസ് ഇല്ലല്ലോ, പിന്നെ എങ്ങനെയാണ് എന്നൊക്കെ വിചാരിച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഒരു പെർഫെക്റ്റ് ജോബിൽ എത്താൻ പറ്റില്ല. സോ ദിസ് ഇസ് യുവർ പാർട്ട് ടൈം. കീപ്പ് ഇൻ മൈൻഡ് ദറ്റ് എനി ജോബ് ദറ്റ് യു ഗെറ്റ് യു ആർ ഗോയിങ് ടു ഡു യുവർ ഫുൾ. ഓക്കെ, സോ നമ്മൾ എല്ലായിടത്തും അപ്ലൈ ചെയ്യുക. നമ്മൾ പറ്റുന്ന അത്രയും ആപ്ലിക്കേഷൻസ് കൊടുക്കുക. ദാറ്റ് വിൽ ഹെൽപ്പ് യു ഗ്രാജുവലി.
പിന്നെ നമുക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റീസ് ഒന്നും വേണ്ടാന്ന് വെക്കരുത്. എല്ലാ ഓപ്പർച്യൂണിറ്റീസും ഗ്രാബ് ചെയ്യുക. അതൊക്കെ എന്താ പറയുക, ഇവിടുത്തെ ഓരോ ഓപ്പർച്യൂണിറ്റിയും നമ്മുടെ ലൈഫിൽ അത്രയും വാല്യുബിൾ ആയിരിക്കും ഇൻ ഫ്യൂച്ചർ. So you have to make sure that whatever you get as an opportunity, you're using it. ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിലാവട്ടെ എവിടെയാകട്ടെ, ഇതൊക്കെ adds up to your CV and your personal development. സോ സി വിനെ പറ്റി ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. കാരണം സി വി ഡെവലപ്മെൻറ്റ് ഓർ റെസ്യൂമെ ബിൽഡിങ് ഇസ് എ സ്കിൽ ദറ്റ് യു റിയലി നീഡ് ഇൻ UK. കാരണം ഇവിടെ നമ്മുടെ റെസ്യൂമെ നോക്കിയിട്ടാണ് നമ്മളവർ പലതിനും ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക. അതിൽ നമ്മുടെ മാർക്കൊന്നും അല്ല, നമ്മുടെ റെസ്യൂമെ, നമ്മുടെ പോർട്ട്ഫോളിയോ, നമ്മുടെ വർക്ക് എക്സ്പീരിയൻസ്, നമ്മുടെ ബേസിക് സ്കിൽസ്, സോഫ്റ്റ് സ്കിൽസ് ആൻഡ് ഹാർഡ് സ്കിൽസ്, ഇതൊക്കെയാണ് ഇവിടെ എല്ലാ റിക്രൂട്ടേഴ്സും നോക്കുന്ന കാര്യം. സോ സി വി എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, ഒരു UK ബേസ്ഡ് സി വി എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോയിൽ നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, സോ പാർട്ട് ടൈം ഒക്കെ കിട്ടി ഞാനിപ്പോൾ ഹാപ്പി ആയി പോകുന്നു, കുഴപ്പമൊന്നുമില്ല. ഒരു സ്റ്റുഡൻറ്റിന് വേണ്ടതൊക്കെ എനിക്കുണ്ട് ഇപ്പം. പിന്നെ നമ്മൾ മെൻ്റലി ഇടയ്ക്കൊക്കെ ഡൗൺ ആവും, അത് ഒബ്വിയസ്ലി ഉണ്ടാവും. ബിക്കോസ് നമ്മൾ നാട് വിട്ട് ഇവിടെ വരാം, നമ്മുടെ പേരൻസ് ഇല്ല, സിബ്ലിങ്സ് ഇല്ല, ഫ്രണ്ട്സ് ഇല്ല, അതൊക്കെ ഒരു എന്താ പറയുക, ദാറ്റ്സ് വെരി ഹാർഡ്. ബട്ട് ഇതെല്ലാവരും കടന്നു പോകുന്നൊരു ഫേസാണ്. ഇവിടെ വരുന്നവർക്ക് എല്ലാവർക്കും ഒരു ധാരണ ഉണ്ട്, UK വന്നു കഴിഞ്ഞാൽ ലക്ഷ്യങ്ങൾ നേടാം, നമുക്ക് ഭയങ്കര ലൈഫ് ലക്സൂറിയസ് ആവും, ലൈഫിൻ്റെ സ്റ്റാൻഡേർഡ് കുറച്ചുകൂടി കൂടും. ദാറ്റ്സ് എ പാർട്ട്. ബട്ട് ദ അതർ പാർട്ട് ഓഫ് ഇറ്റ് ഇസ് നമ്മൾ നമ്മുടെ ഫാമിലിനൊക്കെ വിട്ടിട്ട് അവരൊക്കെ നാട്ടിൽ, നമ്മളിവിടെ ഒറ്റയ്ക്ക് എന്നൊക്കെ പറയുമ്പം ദാറ്റ്സ് എ ലിറ്റിൽ ഹാർഡ് ഫോർ അസ്. പക്ഷേ നമ്മളൊരു പുതിയ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന് അതിൻ്റെതായ സ്ട്രഗിൾ ഉണ്ടല്ലോ. സോ അതൊക്കെ എക്സ്പെക്ട് ചെയ്തിട്ടേ UK വരാൻ പാടുള്ളൂ. ദെയർ ഇസ് സ്ട്രഗിൾ, but still you will have a very good time once you are here. സോ ഇവിടേക്ക് വരുന്നവർക്ക് വരാം, ഇവിടെ ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പഠിക്കാൻ വരുന്നവരാണെങ്കിൽ ആ കരിയർ തന്നെ ഫോളോ ചെയ്യാൻ നോക്കുക. അല്ലാതെ ഒരെണ്ണം പഠിച്ചിട്ട് പിന്നെ ഓക്കെ ഞാൻ ഇത് പഠിച്ചു, ഇനി എനിക്ക് കെയർ ഹോമിലോട്ട് മാറാം എന്നുള്ള ഒരു കോൺസെപ്റ്റ് കുറേ പേരുടെ മൈൻഡിലുണ്ട്. അത് വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. നമ്മളൊരു കരിയർ ഫോക്കസ്ഡ് ആയിട്ട് പോവുകയാണെങ്കിൽ കരിയർ ഡെവലപ്മെൻറ്റ് ഉണ്ടാവും. അല്ലെ എറ്റ് എ പോയിന്റ് സംവെയർ ഇൻ ലൈഫ് നമ്മളൊരു 30s ഒക്കെ കഴിയുമ്പോൾ നമ്മൾക്കൊരു ചെറിയ റിഗ്രറ്റ് വരാൻ സാധ്യതയുണ്ട്. ഞാൻ അങ്ങനെയുള്ള കുറേ പേരെ കണ്ടു. നാട്ടിൽ അവർ വലിയ കോഴ്സൊക്കെ പഠിച്ച് ഇവിടെ വന്ന് പിന്നെ കെയറായി എൻഡപ്പ് ചെയ്യുന്നതൊക്കെ. സോ ഒരു കരിയർ ഗ്രോത്ത് നിങ്ങൾക്ക് വേണേൽ പഠിച്ച കോഴ്സിനോട് അനുബന്ധമായ ജോലി കണ്ടുപിടിക്കാനുള്ള ആ ഒരു ഇത് നമ്മുടെ ഉള്ളിൽ വേണം, ആ ഒരു ഫയർ വേണം. ബിക്കോസ് ഇപ്പം നമുക്ക് പൈസ കിട്ടുന്നതുകൊണ്ട് നമ്മൾ ഹാപ്പി ആയിരിക്കും. ബട്ട് ആഫ്റ്റർ യുവർ 30s or 35 or 40 you'll be really sad and you'll regret. നമ്മൾ ആരോടും പറയില്ലെങ്കിലും നമുക്കുള്ളിലൊരു വിഷമം ഉണ്ടായോ, ഞാൻ ഇത്രയും പഠിച്ചിട്ട് ഒരു കെയറായി എൻഡപ്പ് ചെയ്യേണ്ടി വന്നല്ലോ. കെയർ ജോബ് മോശമെന്നല്ല ഞാൻ പറയണേ. പക്ഷെ നിങ്ങളൊരു കരിയർ ഗ്രോത്ത് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ UK is a very good option and if you try hard you will reach there. സോ അങ്ങനത്തെ ഒരു സംഭവം നമ്മൾ മനസ്സിൽ കാണണം. കരിയർ ഗ്രോത്ത് ഇവിടെ നന്നായിട്ട് നമുക്ക് കിട്ടുക. അല്ലാതെ നമ്മൾ ബാക്കി രാജ്യത്തെ പോലെ എന്തെങ്കിലും ഒരു സംഭവത്തിൽ എൻഡപ്പ് ചെയ്യല്ല. കരിയർ ഡെവലപ്മെൻറ്റ് ഇസ് വൺ ഓഫ് ദ മേജർ തിങ് ദ UK ഹാസ് and which other countries do not have. So focused ആയിട്ട് വരുന്ന ആൾക്കാരൊക്കെ വെൽക്കം ടു UK നല്ലൊരു സ്ഥലം. നമ്മൾ അഡാപ്റ്റ് ചെയ്യണം എന്നുള്ള ഒരു ഇതേ ഉള്ളൂ. ഇവിടെ ഇങ്ങനെയാണ്, ഇവിടുത്തെ രീതികൾ ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. എവറിത്തിങ് ഗോസ് ത്രൂ എ പ്രോപ്പർ ചാനൽ. നാട്ടിലത്തെ പോലെ ഓക്കെ റെക്കമെൻഡ് ചെയ്ത് അങ്ങനെ കയറി ആ സെറ്റപ്പ് ഒന്നും അല്ല ഇവിടെ. റെഫറൻസ് ഒക്കെ വർക്ക് ചെയ്യും. ബട്ട് വാട്ട് ഐം ട്രൈങ് ടു ടെൽ ഇസ് നമ്മൾ ടാലൻറ്റഡ് ആണെങ്കിൽ നമ്മളെ ആരും സൈഡിലോട്ട് മാറ്റി നിർത്തില്ല. ദാറ്റ്സ് എ ഷുവർ തിങ്. നമ്മൾ ഇന്ത്യൻ ആണല്ലോ അല്ലെങ്കിൽ ഏഷ്യൻ ആണല്ലോ എന്നൊന്നും പറഞ്ഞ് അങ്ങനെയൊന്നുമില്ല. ഇഫ് യു ആർ ടാലൻറ്റഡ് you'll go first. So UK വരുന്നവർക്ക് ആർക്കായാലും എന്തെങ്കിലുമൊക്കെ ഹെൽപ്പൊക്കെ വേണമെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഇവിടെ എങ്ങനെയാണ് നമ്മൾ പുറത്ത് റീൽസ് ഒക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന അത്രയും പെത്തറ്റിക് അല്ല UK. You have to try hard, you have to work hard, you have to try hard, your standards should be very high. അങ്ങനെയാണെങ്കിൽ UK is for you. സോ ഇനി വരുന്ന വീഡിയോസിൽ ഞാൻ CV ഡെവലപ്മെൻറ്റും പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നതായിരിക്കും. പിന്നെ നമ്മുടെ കുഞ്ഞു കുഞ്ഞു വ്ളോഗ്സും ഇവിടുത്തെ ലൈഫും ഇവിടുത്തെ ഫെസ്റ്റിവൽസും ഒക്കെ വരുമ്പോൾ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ YouTube ചാനൽ. ഇനിയും പുതിയ വീഡിയോസിലൂടെ നമുക്ക് കാണുന്നത് വരെ ബൈ.